കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ സുപരിചിതമാണ്. ഒരു പക്ഷപാതക്കാരനെ 4 പേർ കൂടെ ചുമന്നു കൊണ്ടുവരുന്നു. ജനക്കൂട്ടം കാരണം യേശുവിൻ്റെ അടുത്തെത്താൻ പറ്റുന്നില്ല. യേശു ഇരിക്കുന്ന വീടിൻ്റെ മേൽപ്പുര പൊളിച്ച് തുറന്ന് അവനെ കിടക്കയോടെ ഇറക്കി വയ്ക്കുന്നു. ഒരു ഉണർവിൻ്റെ സംഭവമാണ്. മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മാത്രം ജീവിച്ചൊരു മനുഷ്യൻ, ഒരു കൈത്താങ്ങലോടുകൂടെ മാത്രം നടന്ന മനുഷ്യൻ. അവൻ്റെ ദിവസം വന്നു. അവനെ ചുമന്നു കൊണ്ടുവന്നു. ആൾക്കൂട്ടം കൊണ്ട് അടുത്ത് വരാൻ പറ്റാത്ത സാഹചര്യം. ആവശ്യക്കാരന് അടുത്ത് വരാൻ പറ്റുന്നില്ല. വെറുതെ കേൾക്കുന്നവരും കേട്ട് രസിക്കുന്നവരും പുരുഷാരവും കാണാനും കൂടിയവരും കാരണം ആവശ്യക്കാരന് എത്തേണ്ടവനകത്തെത്താൻ പറ്റാത്ത അവസ്ഥ. അവന് വേണ്ടി പുതിയ വഴി ഉണ്ടാക്കുകയാണ്. ആരും പ്രതീക്ഷിക്കാത്ത വഴി ഉണ്ടാക്കുകയാണ്. ഇരുന്നിരുന്ന വീടിൻ്റെ മേൽക്കൂര തകർക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ, നോർമലായിട്ടൊരു കാര്യമല്ല. പക്ഷേ ഇവൻ സ്പെഷ്യലാണ്. അപ്പോൾ ഇവൻ തളർന്നു പോയി, പക്ഷപാതക്കാരനായി. എങ്ങനെ തളർന്നു പോയി? ഉപദേശം ഒരു മനുഷ്യനെ തളർത്താം. ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അകത്ത് കേൾക്കുന്ന ശബ്ദങ്ങൾ കൊണ്ടാണ്. പിന്തുടരും, പിടിക്കും, എൻ്റെ ആശ അവരാൽ പൂർത്തിയാകുമെന്നൊരു ശബ്ദം കേൾക്കുകയാണ്. അത് കേട്ടോണ്ടാണ് ഈ ഓടുന്നത്. അത് പേടിച്ചാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇപ്പുറത്തൊരു ശബ്ദം കേൾക്കുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ്. പാപം ഒരു മനുഷ്യനെ തളർത്തിക്കളയുന്നു. അവൻ തെറ്റുകാരനാണോ യഥാർത്ഥത്തിൽ? റോമാലേഖനം പറയുന്നു, മോഹിക്കരുത് എന്ന് ഒരു പ്രമാണമില്ലായിരുന്നെങ്കിൽ മോഹത്തെ അറിയുകയില്ലായിരുന്നു. പാപമോ പ്രമാണത്താൽ അവസരം ലഭിച്ചിട്ട് ഒരു മനുഷ്യനെ തളർത്തിക്കളയുന്നു. അതുകൊണ്ടാണ് യേശു ഒരു പാപിയെ മകനെ എന്ന് വിളിക്കുന്നത്. മകനെ, ആര് വിളിക്കും ഒരു പാപിയെ മകനെ എന്ന്? മകനെ. കേസുകളിൽപ്പെട്ട മക്കളെപ്പോലും അവരുടെ മാതാപിതാക്കൾ റിസീവ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? എത്ര കുഴപ്പക്കാരനാണേലും അപ്പനും അമ്മയും റിസീവ് ചെയ്യും, സ്വീകരിക്കും. അപ്പോൾ ഒരു അപ്പൻ്റെ സ്ഥാനത്ത് വരികയാണ് ദൈവം. അനാഥന് അവൻ അപ്പനായി മാറുകയാണ്. മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. അപ്പോൾ ഇവരെ തളർത്തിക്കളഞ്ഞതിൽ ഒരു വലിയ പങ്ക് വഹിച്ച ശാസ്ത്രിമാരോട് ഇരിപ്പുണ്ട്. ഉപദേഷ്ടാക്കന്മാർ തങ്ങൾ പറയുന്നത് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാതെ പറയുന്നവരെന്നാണ് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. തങ്ങൾ എന്താണ് പറയുന്നതെന്നും സ്ഥാപിക്കുന്നതെന്നും തിരിച്ചറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യന് ഉപദേശം കൊടുക്കുന്നത് എന്തിനാണ്? ദൈവജീവൻ അവന് കൊടുക്കാനാണോ? അവൻ്റെ ശരീരത്തിന് സൗഖ്യം കൊടുക്കാനാണോ? അവൻ്റെ മാനസിക ആവശ്യങ്ങൾ നിറവേറ്റാനാണോ? അവൻ്റെ ആത്മാവിനുള്ള ഫുഡ് കൊടുക്കാനാണോ? ഇതൊന്നുമല്ല. ഞങ്ങളുടെ കഴിവ് തെളിയിക്കുകയാണ്. സാത്താൻ്റെ വക്താക്കളായിപ്പോയ ഉപദേഷ്ടാക്കന്മാർ, അവർ ഹൃദയത്തിൽ പറയുന്നത് യേശു മനസ്സിൽ ഗ്രഹിച്ചു. മറ്റുള്ളവർ ഹൃദയത്തിൽ പറയുന്നത് മനസ്സിൽ ഗ്രഹിക്കാനൊരു കൃപ യേശുവിൻ്റെ കയ്യിലുണ്ട്. ഇനി ശത്രുക്കളെ പേടിക്കണ്ട. ശത്രുവിൻ്റെ ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് അവൻ്റെ ആലോചനയാണ്. അവൻ്റെ ഹൃദയത്തിൽ പറയുന്നത് കർത്താവ് നിനക്ക് മനസ്സിൽ തരും. അതുകൊണ്ട് ചോദിക്കണം, ഏതാണ് എളുപ്പം? എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതാണോ? നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുക എന്ന് പറയുന്നതാണ് ഏതാണ് എളുപ്പം? എളുപ്പമുള്ളത് പറയാം. എഴുന്നേറ്റ് നടക്കുക എന്നുള്ള എളുപ്പം, അത് പറയുകയാണ്. എഴുന്നേറ്റ് നടക്കുക. ഇന്ന് യേശു കർത്താവ് നിങ്ങളോട് ഒരു ദൂതിൽ പറയുമ്പോൾ, ഒരു മെസ്സേജിലൂടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, സഭായോഗത്തിനൊരു ദൂത് തരുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൻ്റെ വിഷയത്തിൽ, പാസ്റ്റ് ടെൻസിൻ്റെ വിഷയത്തിൽ ഒരു ദൂത് കിട്ടിയില്ലല്ലോ എന്ന് വിഷമിക്കരുത്. ഓൾറെഡി കർത്താവിനെ അറിയാം. ഇന്ന് പറയുന്നത് പിടിച്ചെടുക്കുക. അയ്യോ, അതെനിക്കുള്ളതല്ല, ഞാനതിന് യോഗ്യനല്ല പറയരുത്. ഇതാണ് എളുപ്പമുള്ളത്. എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. നിൻ്റെ വിചാരങ്ങളുടെ കിടക്ക, പാപത്തിൻ്റെ കിടക്ക, നിന്നെ തളർത്തി കടഞ്ഞു കിടത്ത, അത് നീ എടുക്കുക. എളുപ്പമായിട്ട് നീ നടത്താം. ഇതുവരെ ആരും കാണാത്തത്, എല്ലാവരെയും വിസ്മയിപ്പിക്കുന്നത് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ഇനി ആരും നിന്നെ ചുമക്കാൻ വേണ്ട. നീ മറ്റുള്ളവരുടെ വിഷയങ്ങൾ ചുമക്കാൻ, നിൻ്റെ തന്നെ ഭാരങ്ങൾ ഈസിയായിട്ട് എടുക്കാൻ തക്കവണ്ണം നിന്നെ ജയാളിയാക്കി മാറ്റുകയാണ് കർത്താവിൻ്റെ അരുളപ്പാട്. ഞങ്ങളിത് ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല, കാണുകയില്ല.
കർത്താവ് പുതിയതൊന്നും ഈ മനുഷ്യന് വേണ്ടി ചെയ്യുകയാണ്. എല്ലാവരും വിസ്മയിക്കും. കാരണം എല്ലാവരും തള്ളിക്കളഞ്ഞതാണ്. ആരും ഒരു നന്മയും പ്രതീക്ഷിക്കാതിരുന്നതാണ്. ഇതുപോലെ ഒത്തിരി പക്ഷപാതക്കാരെ കണ്ടിട്ടുണ്ട്. ശരിയാണ്, എഴുന്നേറ്റ് തൻ്റെ കിടക്കയും എടുത്ത് നടക്കുന്നവനെ കണ്ടിട്ടില്ലല്ലോ. ദൈവം പുതിയതൊന്നും ചെയ്യുന്നു. ഇന്ന് ആ യേശു കർത്താവ് നമ്മളുടെ കൂടെയുണ്ട്, വചനമായി. അവനാകെ 3.5 വർഷമേ മനുഷ്യരായി ശുശ്രൂഷ ചെയ്തുള്ളൂ, മനുഷ്യരൂപത്തിൽ ശുശ്രൂഷ ചെയ്തുള്ളൂ. അവൻ ഭൂമിയിൽ ജീവിച്ച 33.5 വർഷത്തിന് മുമ്പും അവൻ വചനമായിരുന്നു. ഭൂമിയും വൃക്ഷങ്ങളും മരങ്ങളും മലകളും ഒന്നുമില്ലാത്തപ്പോഴും അവൻ വചനമായിരുന്നു. ആ വചനം ഇന്ന് നമ്മളോട് കൂടെയുണ്ട്. മനുഷ്യനായി വന്നിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ. അതുകൊണ്ട് അവനെ വിളിക്കുന്നു യേശുവിൻ്റെ ആത്മാവ്. അപ്പോസ്തല പ്രവൃത്തികളിൽ കുറച്ചുകൂടി ഇൻറ്റിമസി നമുക്ക് തോന്നുന്നില്ലേ? അതെ, മനുഷ്യരോട് കൂടെ ഇതാ ദൈവത്തിൻ്റെ കൂടാരം. അവൻ നിങ്ങളുടെ സ്ഥിതി മാറ്റും. അവൻ നിങ്ങളെ ഒരു അത്ഭുത വിഷയമാക്കും. തളർത്തിക്കളയുന്ന മണ്ഡലങ്ങളെ നിങ്ങൾ ജയിക്കും. ഇതുവരെ ആരും കാണാത്തത്, അനേകരെ വിസ്മയിപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യും. ദൈവത്തിൻ്റെ കയ്യിലുണ്ടത്. ഇന്നും ഇൻ്റർനെറ്റിലൊക്കെ അപൂർവമായ പക്ഷികളെ കാണിക്കുമ്പോൾ അതിശയിക്കും നമ്മൾ. അയ്യോ, ഇങ്ങനെയും പക്ഷികളോ, ഇങ്ങനെയും മത്സ്യങ്ങളോ! കർത്താവിൻ്റെ സൃഷ്ടികൾ എത്ര അത്ഭുതകരങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യാം. ശുശ്രൂഷയിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ പുതിയത് അവൻ്റെ കയ്യിലുണ്ട്. അത്ഭുതകരമായതുണ്ട്. നിരാശപ്പെടരുത്. ഞാൻ കൂട്ടുകാരേക്കാൾ താണുപോയി, എൻ്റെ ലൈഫ് വർഷങ്ങൾ വേസ്റ്റായി, ഞാൻ കിടപ്പിലായിപ്പോയി പറയരുത്. ആത്മീയമായി ഞാൻ കിടപ്പിലായിപ്പോയി പറയരുത്. വചനത്തിൽ ജീവനുണ്ട്. അത് ദൈവജീവനാണ്. അത് ഏത് മനുഷ്യനെയും തോൽപ്പിക്കുന്നതാണ്. ഭൂമിയിലെ സകല തലമുറകളിലെ സകല മനുഷ്യരും കൂടിയാലും ദൈവജീവനൊപ്പം വരികയില്ല. സമൃദ്ധമായ ജീവൻ യേശു കർത്താവ് നിങ്ങൾക്ക് തരും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. സ്വർഗം അത്ഭുതകരമായിട്ട് നിങ്ങളോട് ഇടപെടട്ടെ. അവൻ നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് വാദിക്കട്ടെ. അവൻ നിങ്ങളെ മാനിക്കട്ടെ. ആമേൻ.